ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ 46-ാമത്തെ പാഠമാണ്. അതായത് ഓബദ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ്. കേവലം ഒരു അധ്യായം മാത്രമേ ഈ പുസ്തകത്തിന് ഉള്ളൂ. 21 വാക്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു പ്രവാചകൻ ആ ചെറിയ പുസ്തകം എഴുതിയതുകൊണ്ട് ചെറിയ പ്രവാചകൻ എന്ന് നമ്മൾക്ക് പറയാനായിട്ട് പറ്റില്ല. ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്ന മെസ്സേജ് കൊണ്ടുവരുന്നതായ ഏതൊരു ദൈവത്തിൻ്റെ ദാസനും അതിൻ്റേതായിട്ടുള്ളതായ വിലയുണ്ട്. അങ്ങനെ ആ മൈനർ ചെറിയ പുസ്തകങ്ങൾ എഴുതിയതായ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനായ ഒരാളാണ് ഓബദ്യാ പ്രവാചകൻ എന്ന് പറയുന്നത്. ഓബദ്യാ പ്രവാചകനെ കുറിച്ച് വളരെയധികമായി ഇൻട്രഡക്ഷൻ ഒന്നും തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രവാചകൻ നൽകുന്നത് ദൈവത്തിൻ്റെ മെസ്സേജാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ മെസ്സേജാണ് ഈ പ്രവാചകൻ നൽകുന്നത്. ആ മെസ്സേജിനാണ് താല്പര്യം. ആ മെസ്സേജ് കൊണ്ടുവരുന്നതായ ദാസന് വലിയ സ്ഥാനമില്ല. അവൻ യജമാനന് വേണ്ടി വർക്ക് ചെയ്യുന്നവനാണ്. യജമാനനെ ഉയർത്തിക്കാണുവാനും യജമാനൻ്റെ ശബ്ദം കേൾപ്പിക്കുവാനും വേണ്ടി മുൻപോട്ട് വരുന്നതായ ഒരു ദാസനായിട്ടാണ് ഇവിടെ ഓബദ്യാ പ്രവാചകനെ നമ്മൾക്ക് ഈ പുസ്തകത്തിലും കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെയും നമ്മൾക്ക് ഇതേ മീനിങ് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ ദാസനായിട്ടാണ് തന്നെ പലപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. യേശുവിൻ്റെ സഹോദരനായിരുന്നായ യാക്കോബ് പുസ്തകം എഴുതുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എന്നാണ് എഴുതുന്നത്. അതുപോലെ തന്നെ തീമത്യോസും തുടർന്നുള്ള പലരും ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളതായ പേര് എടുക്കുവാൻ വേണ്ടിയാണ് ആഗ്രഹിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകനായിരുന്ന മോശയെക്കുറിച്ച് ദൈവം പറയുന്നത്, എൻ്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ എവിടെയുണ്ട് ഈ ഭൂമിയിൽ എന്നുള്ളതായ ചോദ്യം വെല്ലുവിളിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളതായ പേര് എനിക്കോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമമായ പേര്. ഏതു വലിയ ഇൻട്രഡക്ഷനേക്കാളും വലിയതായ ഒരു പേരാണ് ദൈവത്തിൻ്റെ ദാസൻ എന്നുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് പ്രവചന പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ നോക്കാറുണ്ട് ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത്, ഏത് ചരിത്രത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് നമ്മൾ നോക്കാറുണ്ട്. എന്നാൽ ഇവിടെ അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഈ ഒന്നാമത്തെ ആ അധ്യായത്തിൽ തന്നെ 11 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ചില സംഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അതായത് ബാബിലോണിയർ ഈ യെരുശലേമിലേക്ക് അഥവാ യഹൂദയിലേക്കൊക്കെ കടന്നു വന്ന് അവരെ ആക്രമിക്കുകയും അവരെ നശിപ്പിക്കുകയും ഉപദ്രവിക്കുകയും കൊള്ളയിടുകയും ലൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെയുള്ളതായ ആ സാഹചര്യങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുകയും ഇസ്രായേൽ ജനത്തെ അവരെ സ്നേഹിക്കേണ്ടതിന് പകരമായിട്ട് അവരെ ഉപദ്രവിക്കുകയും ചെയ്തതായ ഏദോമ്യരെക്കുറിച്ച് പറയുന്നതായ വാചകങ്ങൾ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സമയങ്ങളിലാണ് യെരമ്യ പ്രവാചകൻ ജീവിച്ചിരുന്നത്. ആ സമയത്ത് ജീവിച്ചിരുന്ന യെരമ്യ പ്രവാചകൻ്റെ ഒരു കണ്ടംപററിയാണ് ഈ പ്രവാചകനായിരുന്നതായ ഓബദ്യാവ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിനകത്തെ പ്രധാനമായ വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനങ്ങളെ ദൈവം ന്യായം വിധിച്ചു. എന്നാൽ ന്യായം വിധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്നു പോയതായ ഇസ്രായേൽ ജനത്തെ ബാബിലോണിയരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതൊരു സത്യമാണ് ന്യായവിധിക്ക് വേണ്ടി. എന്നാൽ അവരെ ആ ബാലശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള ദൈവത്തിൻ്റെ മെസ്സേജുമാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ബാബിലോണിയർ ഇസ്രായേൽ മക്കളെ അങ്ങനെ ലൂട്ട് ചെയ്യുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തപ്പോൾ ഇതാ ഒരു സംഭവം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതുണ്ട്.
അതായത് ഏദോമ്യർ എന്ന് പറയുന്നതായ ഒരു ജാതിയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ മെയിനായിട്ട് ആദ്യത്തെ ചില വാചകങ്ങളിൽ അല്ലെങ്കിൽ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഈ ഏദോമ്യർ എന്ന് പറയുന്നത്? ഏദോമ്യർ എന്ന് പറയുന്നത് ഈ യാക്കോബിൻ്റെ സഹോദരനായിരുന്ന യേശാവിൻ്റെ സന്തതികളാണ് എന്ന് നമുക്ക് പുറകോട്ടുള്ളതായ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കും. യാക്കോബിൻ്റെയും യേശാവിൻ്റെയും ചരിത്രമെന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും വളരെ പരിചയമുള്ളതാണ്. അതായത് ഇസഹാക്കിൻ്റെ മക്കളായിട്ട് ജനിച്ചതായ യാക്കോബും യേശാവും ഇരട്ടകളായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവർ ശണ്ട കൂടിയിരുന്നു. അവർ പ്രസവ സമയത്ത് വെളിയിലേക്ക് വന്നപ്പോൾ ഒരുത്തൻ മറ്റവൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ അവരുടെ ഫൈറ്റ് ആരംഭിച്ചതാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടെ നമുക്ക് ഒരു കാര്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടതായ 2 പേർ ഇതാ 2 രാജവംശമായിട്ട് തീരുകയാണ്. ഈ യാക്കോബ് ഇസ്രായേൽ എന്ന പേരിൽ മുൻപോട്ട് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും ദൈവസന്നിധിയിലേക്ക് അടുത്തും ഒക്കെ ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുന്നതായ ഒരു വംശത്തെ അവിടെ നമ്മൾക്ക് കാണാം. എന്നാൽ യാക്കോബിനോട് ഒപ്പം ജനിച്ച് വന്നതായ യേശാവിൻ്റെ സന്തതികളും പരമ്പരകളും തലമുറകളും എവിടെയാണ്? അവരാണ് ഈ ഏദോം എന്നുള്ളതായ പാറക്കെട്ടുകളുടെ മധ്യത്തിലേക്ക് പോയി അവിടെ സ്ഥിരവാസം ഉറപ്പിച്ച് അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വാഴും, ശത്രുക്കൾ ആരും ഞങ്ങളെ പിടിക്കുകയെന്നുള്ള അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്നതായ ഒരു കൂട്ടരെയാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ ഏദോമ്യരെക്കുറിച്ച് ദൈവം പറയുന്നതായ ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത് എന്തുകൊണ്ടാണ് അവരെക്കുറിച്ച് പ്രത്യേകാൽ പറയുന്നത്? അവർ തമ്മിൽ സഹോദരന്മാരായിരുന്നു. അതായത് യാക്കോബിൻ്റെ സഹോദരനായിരുന്നു യേശാവ്. അങ്ങനെ സഹോദരന്മാർ തമ്മിൽ ഉള്ളതായ വഴക്ക് ദൈവത്തിന് ഒട്ടും സഹിക്കുവാൻ പാടില്ലായിരുന്നു. സ്നേഹിക്കേണ്ട അവർ, അല്ലെങ്കിൽ ആനുകൂല്യം നൽകേണ്ട അവർ, അല്ലെങ്കിൽ വിട്ടുവീഴ്ച നൽകേണ്ടതായ അവർ, അല്ലെങ്കിൽ ആപത്തിൽ സഹായിക്കേണ്ടതായ അവർ സഹോദരൻ എന്നുള്ളതായ നില ഓർക്കാതെ അവർക്ക് ആപത്തുകളുടെ മധ്യത്തിൽ വീണ്ടും ആപത്തിലേക്ക് അവരെ നയിക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ളതായ ഒരു നല്ല സന്ദർഭമായിട്ട് അവരെ എടുത്തത് കൊണ്ട് ദൈവം അവരെ ദ്വേഷിക്കുന്നു. ഈ ഏദോമ്യരെ ദൈവം ശിക്ഷ വിധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ 1-ാമത്തെ ഭാഗത്ത് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് ഉള്ളത്. ഇനിയും ഇവിടെ എന്താണ് ഈ ഏദോമിൻ്റെ പാപം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ആദ്യമായിട്ട് നമ്മൾക്കിവിടെ കാണുന്നത്, ഞാനിവിടെ ചില വാക്യങ്ങൾ മാത്രം വായിക്കാം, എല്ലാം കൂടെ വായിക്കുന്നതിന് സമയമില്ലല്ലോ. 3-ാമത്തെ വാക്യം അവിടെ പറയുന്നത്, നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏദോമിനെ കുറിച്ചുള്ളതായ പ്രവാചകം എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഏദോമിനെ കുറിച്ച് പറയുകയാണ്, നീ അത്യന്തം ധിക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ വളരെ നിഗളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണ്? പാറപ്പിളപ്പുകളിൽ പാർക്കുന്നവനും ഉന്നതവാസമുള്ളവനും ആർ എന്നെ നിലത്ത് തള്ളിയിടുമെന്ന് ഹൃദയത്തിൽ പറയുന്നവനുമായവനെ, നിൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആരുടെയെങ്കിലും ഹൃദയത്തിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അത് നിന്നെ ചതിക്കും എന്നുള്ളതായ ഒരു കാര്യമാണ്. നിഗളം എന്ന് പറയുന്നത് വീഴ്ചയുടെ ആദ്യത്തെ പടിയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പല ഭാഗങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്. 4-ാമത്തെ വാക്യം വായിക്കുന്നത്, നീ കഴുകനെ പോലെ ഉയർന്നാലും, എത്രമാത്രം ഉയരത്തിൽ നീ പോയി പാർത്താലും, എന്താണ്, നക്ഷത്രങ്ങളുടെ ഇടയിൽ നീ കൂടുവെച്ചാലും അത്രമാത്രം ഉയരത്തിൽ ആരും എന്നെ പിടിക്കുകയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് സൂര്യവാസം കണ്ടെത്തിയാൽ തന്നെയും എന്താണ് ചെയ്യുന്നത്? അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. കാരണം ദൈവം നിന്നെ അവിടെ നിന്നും ഇറക്കും എന്നാണ് യഹോവയുടെ അരുളപ്പാട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഹങ്കാരം അല്ലെങ്കിൽ നിഗളം എന്ന് പറയുന്നത്
ഈ വീഴ്ചയുടെ ആദ്യത്തെ പടിയാണ് എന്ന് ഏത് കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിഗളിച്ചു പോയ അനേകരുടെ ചരിത്രങ്ങൾ ഈ വേദപുസ്തകത്തിൽ നമ്മൾക്ക് തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈവൻ മനുഷ്യരുടെ ക്രിയേഷന് മുമ്പായിട്ട് ദൈവം നിർമ്മിച്ചതായ ലൂസിഫർ എന്ന് പറയുന്നതായ ആ ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു, വളരെ പ്രധാന ദൂതനായിരുന്നു. ഈ മ്യൂസിക്കിൻ്റെയും ആരാധനയുടെയൊക്കെ ശ്രേഷ്ഠ പദവി അലങ്കരിച്ചവനായിരുന്നു ലൂസിഫർ. എന്നാൽ അവൻ്റെ ഹൃദയം നിഗളിച്ചതായിട്ട് എസെക്കിയേൽ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അവിടെ എന്താണ് പറയുന്നത്? ഈ വലിയവനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ എൻ്റെ സിംഹാസനം ഞാൻ വയ്ക്കുമെന്ന് അവൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു പറഞ്ഞ് ആ ഒരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും അവനെ വെട്ടി താഴെയിട്ടു എന്ന് പറയുന്നു. അപ്പോൾ ആ ഉയരത്തിൽ വസിച്ചിരുന്നവനായ അവൻ്റെ ആ വീഴ്ച നിഗളം മൂലം ഭയങ്കരമായ ഒരു വീഴ്ചയായിരുന്നു. ഉയരത്തിൽ നിന്നും അവൻ ലൂസിഫർ വെട്ടി താഴേക്ക് ഇരുട്ട് നിറഞ്ഞതായ ഈ ഭൂമിയിലേക്ക് ഇട്ടതായിട്ടുള്ള ചരിത്രം നമ്മൾക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. നെബൂഖദ്നേസറിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. ഇത് മഹദിയാം ബാബിലോണാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതായ ഈ പട്ടണമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിഗളിച്ചതായ നെബൂഖദ്നേസർ ഇതാ ഒരു ദിവസം കൊണ്ട് ആ നിഗളം മൂലം മനുഷ്യരുടെ ഇടയിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നു. അവൻ ഈ മൃഗങ്ങളോടുകൂടെ 7 സംവത്സരം പുല്ല് തിന്ന് കാട്ടിൽ ജീവിച്ചതായ ചരിത്രം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം എന്താണ്? അവൻ്റെ ഹൃദയം നിഗളിച്ചത് മൂലം. എന്നാൽ അവൻ്റെ നിഗളം അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് അവൻ സ്വർഗത്തിലേക്ക്, ഉന്നതനായ ദൈവത്തെ നോക്കി, ശ്രേഷ്ഠമായ ദൈവത്തെങ്കിലേക്ക് അവൻ്റെ കണ്ണുകളെ ഉയർത്തുന്നതുവരെ അവൻ അവിടെ പാർത്തു. എന്നിട്ടാണ് അവന് തിരികെ വരുന്നതിനുള്ളതായ സാവകാശം ലഭിച്ചത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതായ ഒരു ഇസ്രായേൽ രാജാവിൻ്റെ ചരിത്രമുണ്ട്. അതായത് ഉസിയ രാജാവ് വലിയ ഉന്നതനായി തീർന്നപ്പോൾ അവൻ്റെ ഹൃദയം നിഗളിച്ചു. ആ നിഗളം കൊണ്ട് എന്താണ് അവൻ ചെയ്തത്? ദൈവത്തിൻ്റെ പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ടതായ ശുശ്രൂഷകൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്ന ധൂപകലശമൊക്കെ എടുത്തു. എന്നാൽ ആ നിഗളം മൂലം അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുകയും അവൻ അവിടെ നിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അവൻ ആ ഉയർച്ചയുടെ സ്ഥാനത്ത് നിന്നും ഏറ്റവും താണതായ ഒരു സ്ഥലത്തേക്ക് അവനെ മാറ്റപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിയായി തീർന്ന അവനെ കുഷ്ഠരോഗികളുടെ പാർക്കുന്നതായ ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി ഐസൊലേഷൻ വാർഡിലാക്കി തീർത്തു. അവൻ പിന്നീട് രാജകൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ല ആ ഉന്നത സ്ഥാനം കൈയടക്കുവാൻ വേണ്ടി എന്നുള്ള കാര്യം. ഇതിങ്ങനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ നിഗളമൊക്കെ മാറ്റിയിട്ട് ദൈവസന്നിധിയിൽ താണിരുന്നു കൊണ്ട് അവൻ നമ്മെ ഉയർത്തുവാനായിട്ട് അനുവദിക്കുന്നുവെങ്കിൽ അവനാണ് നമ്മളെ ഉയർത്തുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി അവൻ്റെ ബലമുള്ള കരങ്ങളിൽ താണിരിക്കുക. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ബുദ്ധിയുള്ളവർ അതാണ് ചെയ്യേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മളെ ഓരോ ദിവസവും ഓർപ്പിച്ച് പഠിപ്പിക്കുകയാണ്. വീണ്ടും ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഏദോമ്യർ അല്ലെങ്കിൽ ഏശാവിൻ്റെ മക്കൾ ചെയ്തതായ ഒരു പാപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ ഈ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് പല കാര്യങ്ങൾ ഈ ദൈവം തൻ്റെ ഭാഷയിൽ വളരെ വിശദീകരിച്ച് പറയുന്നതായിട്ടുള്ളതായ കാര്യമാണ്. അതിൻ്റെ ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിൻ്റെ സഹോദരനോട് അല്ലെങ്കിൽ നിൻ്റെ സഹോദരന്മാരോട് നീ ചെയ്ത സാഹസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് അവിടെ കാണുവാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ എന്താണ് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിൻ്റെ സഹോദരനായ യാക്കോബിനോട് നീ ചെയ്ത സാഹസ നിമിത്തം ലജ്ജ നിന്നെ മൂടും. നീ വിചാരിക്കും ഒരു വലിയ സാഹസമാണ് നിൻ്റെ സഹോദരനോട് ചെയ്തത് എന്ന്. എന്നാൽ നിന്നെ ലജ്ജ മൂടുന്നതായ ഒരു ദിവസം വരും എന്നാണ്
പറയുന്നത്. ഈ സാഹസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് താഴെ നമുക്ക് തുടർന്ന് കാണുവാനായിട്ട് സാധിക്കും. നീ സദാകാലത്തേക്കും ഛേദിക്കപ്പെടും. നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവൻ്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിന് ചീട്ട് ഇടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെയായിരുന്നു. അപ്പോൾ ഇവരുടെ പാപമെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി. ഈ ബാബിലോണ്യര് ഈ യെരുശലേമിലേക്കും യഹൂദയിലേക്കൊക്കെ കടന്നു വന്ന് യെരുശലേമിനെ നശിപ്പിക്കുന്നു, മതിലിടിച്ച് കളയുന്നു, ദേവാലയം നശിപ്പിച്ച് കളയുന്നു, അതുപോലെ തന്നെ ഭവനങ്ങളെല്ലാം ചുട്ടരിച്ച് കളയുന്നു, പുരുഷന്മാരെയൊക്കെ കൊന്നുകളയുകയും പിടിച്ചുകൊണ്ട് പോവുകയും ഭാര്യമാരെയും മക്കളെയൊക്കെ പിടിച്ചു കെട്ടുകയും അവരെയൊക്കെ വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തതായ ആ സാഹചര്യത്തിൽ ഇവനോട് പറയുകയാണ്, ഏദോമ്യരെ ഇവരുടെ സഹോദരങ്ങളായി വർത്തിക്കേണ്ടതായ നിങ്ങളും അവരുടെ ആപത്ത് സമയത്ത് അവരെ പോലെയായിരുന്നു, ബാബിലോണ്യരെ പോലെയായിരുന്നു, സഹോദര സ്നേഹം വിട്ടുകളഞ്ഞു, ശത്രുക്കളെ പോലെ നിങ്ങൾ അവരുടെ ആപത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചു. അതെൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ പ്രതികാരം ചെയ്യേണ്ടവരല്ല, ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്. പ്രതികാരം എനിക്കുള്ളത് എന്നാണ് ദൈവം നമ്മളോട് പുതിയ നിയമത്തിൽ പ്രത്യേക യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് മുതൽ ജീവന് പകരം ജീവൻ എന്നൊക്കെ പറഞ്ഞു എങ്കിൽ തന്നെയും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കൃപായുഗത്തിൽ പ്രതികാരം എനിക്കുള്ളത് എന്നുള്ളതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആരും തന്നെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യേണ്ട കാര്യമില്ല. അവൻ്റെ നാളിൽ അവൻ തക്ക പ്രതികാരം ചെയ്തു കൊള്ളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിച്ചിരിക്കേണ്ടവരാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഇനിയും അടുത്ത ഭാഗം എന്താണ് നോക്കുന്നത്? 11-ാമത്തെ വാക്യം, നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവൻ്റെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് പോവുകയും അന്യദേശക്കാർ അവൻ്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുശലേമിനെ ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തനെ പോലെ ആയിരുന്നു. നിൻ്റെ സഹോദരൻ്റെ ദിവസം, അവൻ്റെ അനർത്ഥ ദിവസം തന്നെ നീ കണ്ട് രസിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ശത്രുക്കൾ വന്ന് നിൻ്റെ സഹോദരനെ കൊല്ലുമ്പോൾ, പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അപഹരിക്കുമ്പോൾ, വീടുകൾ നശിപ്പിക്കുമ്പോൾ, ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കുമ്പോൾ നീ അത് കണ്ട് ഒരിക്കലും രസിച്ച് നിൽക്കരുത് നിൻ്റെ സഹോദരൻ്റെ വീഴ്ചയിൽ, നാശത്തിൽ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ പ്രവാചകനിൽ കൂടെ അറിയിക്കുന്നത്. അവൻ്റെ കർത്തവ്യം അവൻ നിർവഹിച്ചില്ല. സഹോദരന് വേണ്ടി പ്രവർത്തിക്കുകയോ സഹോദരൻ്റെ പക്ഷം നിൽക്കുകയോ അവനെ സഹായിക്കുകയോ ചെയ്യാത്ത ഒരു സഹോദരനായിട്ടിവിടെ കാണുന്നില്ല. എന്നാൽ അവൻ അത് കണ്ട് രസിച്ചുകൊണ്ട് നിന്നു എന്നാണ് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അടുത്തത്, നീ യഹൂദ്യരെക്കുറിച്ച് അവരുടെ അപായ ദിവസത്തിൽ സന്തോഷിക്കേണ്ടതല്ല. അവർ ആ സമയത്ത് ഇത് കണ്ടുകൊണ്ട് സന്തോഷിച്ച് മാറി നിന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ദൈവവും, ഈ സർവശക്തിയുള്ള ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം ഇതൊക്കെ കണ്ട് തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. അതിനൊക്കെയും ദൈവം പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നിട്ട് തുടർന്ന് പറയുന്നത്, അവരുടെ കഷ്ടദിവസത്തിൽ നീ വമ്പ് പറയേണ്ടതല്ല. കഷ്ടദിവസത്തിൽ അവരോടുകൂടെ സഹതപിക്കുകയോ അവരെ സഹായിക്കുകയോ ചെയ്യേണ്ടതിന് പകരം നീ വമ്പ് പറയേണ്ടതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം പറയേണ്ടതല്ല എന്നാണ് പറയുന്നത്. 13-ാമത്തെ വാക്യം വേഗത്തിൽ നമ്മൾക്ക് പോകാം. എൻ്റെ ജനത്തിൻ്റെ അപായ ദിവസത്തിൽ നീ അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല എന്ന് പറയുമ്പോൾ ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിനെക്കുറിച്ച് ദൈവം പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ അപായ ദിവസത്തിൽ, എൻ്റെ ജനം ആ അപായ ദിവസത്തിലൂടെ പോകുവാനായിട്ട് ഞാൻ അനുവദിച്ചു, ബാബിലോണ്യരെ അനുവദിച്ചു. എങ്കിൽ തന്നെയും അവരുടെ സഹോദരനായ നിന്നിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. നീ എന്ത് ചെയ്തു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. അവരുടെ വാതിലിനകത്ത് കടക്കേണ്ടതല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നീറിയും കരഞ്ഞും വിലപിച്ചും കൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ
ആ ഇസ്രായേൽ മക്കളുടെ വീടുകളുടെ അകത്തേക്ക് ചെന്ന് അവരെ അബ്യൂസ് ചെയ്യുകയും പിടിച്ചുകൊണ്ട് പോവുകയും നശിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതായ ഒരു കൂട്ടരാണ് ഈ ഏദോമ്യർ എന്ന് പറയുന്നത്. ആ കാര്യം ദൈവം തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്നു. അതിന് ന്യായം വിധിക്കും എന്നുള്ളതായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നിട്ട് എന്താണ് പറയുന്നത്? അവരുടെ അപായ ദിവസത്തിൽ അവരുടെ സമ്പത്തിൻ്റെ മേൽ നീ കൈവയ്ക്കേണ്ടതില്ല. ദൈവം കൊടുത്തതായ സമ്പത്താണ്. ആ സഹോദരൻ യാക്കോബിൻ്റെ അവകാശമാണ് ഈ കനാൻ ദേശമെന്ന് പറയുന്നത്. എന്നാൽ ആ സമയത്ത് എന്തു ചെയ്തു? ഈ സഹോദരൻ ആയ ഏശാവ് തൻ്റെ സഹോദരൻ്റെ സമ്പത്തിൻ്റെ മേൽ കൈവച്ചു. ദൈവം അത് നോട്ട് ചെയ്തു. അത് അങ്ങനെ നീ ചെയ്യേണ്ടവനല്ല എന്ന് എഴുതി വച്ചിരിക്കുകയാണ് ഇവിടെ. എത്രമാത്രം സീരിയസ് ആയിട്ടുള്ളതായ ഒരു കാര്യമാണ്. എന്നിട്ട് 14-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ, നമ്മൾ പലപ്പോഴും വായിക്കാറുള്ള വാക്യങ്ങളല്ല ഇത്. കാരണം ഒരു അധ്യായം മാത്രമുള്ളതായ അധികം പോയിന്റുകളൊന്നും ഇല്ലാത്തതായ ഈ പുസ്തകത്തെക്കുറിച്ച് അധികം പ്രസംഗങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലയേറിയതും വളരെ സീരിയസുമായിട്ടുള്ളതായ വിഷയമാണ് ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരധ്യായമുള്ളതിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, അവൻ്റെ പാലായുധന്മാരെ ഛേദിച്ച് കളയുവാൻ നീ വഴിത്തലയ്ക്കൽ നിൽക്കേണ്ടതല്ല. എന്ന് പറഞ്ഞാൽ പാലായുധന്മാരെന്ന് പറയുമ്പോൾ ഓടിപ്പോകുന്നവരാണ്, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്നവരാണ്, സ്വന്തം ദേശമില്ലാതെ ഓടിപ്പോകുന്നവരാണ്. ഇസ്രായേലിൽ നിന്നും തൻ്റെ ജനമായ ഇസ്രായേൽ മരുഭൂമി വഴി ഓടി ആ കനാൻ ദേശത്തിലേക്ക് എങ്ങനെയും കടക്കണം എന്നുള്ളതായ ആശയോടും ആഗ്രഹത്തോടും പ്രയാസത്തോടും കൂടെ അവർ കടന്നു വരുമ്പോൾ ഈ ഏദോമ്യർ അവർക്ക് തടസ്സമായിട്ട് നിന്നു എന്നാണ് നമ്മൾക്ക് കാണുന്നത്. അവർ ഓടിപ്പോകുന്നതായ വഴിയിൽ നീ വഴിത്തലക്കൽ നീ നിൽക്കരുതായിരുന്നു, അവർ പോകുവാൻ അനുവദിക്കണമായിരുന്നു. എന്നാൽ ഇവർ അനുവദിച്ചില്ല. ഏദോമ്യർ ഈ തൻ്റെ സഹോദരവർഗത്തെ അല്ലെങ്കിൽ യാക്കോബിൻ്റെ സന്തതികളെ അവിടെ തടഞ്ഞു നിർത്തി അവരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടി അവർ മുൻപോട്ട് വരുന്നു. അപ്പോൾ ഇവർ ഓടിപ്പോകുന്നതായ അവസരത്തിൽ പോലും അവരെ സഹായിക്കാതെ ശത്രുപക്ഷം നിന്ന് അവരെ നശിപ്പിക്കേണ്ടതിന് വേണ്ടി ആഗ്രഹിച്ചതായ ഒരു കൂട്ടരാണ് ഏദോമ്യർ. ഇതും ദൈവം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാലായുധന്മാരെ ഛേദിച്ച് കളയുവാൻ നീ വഴിത്തലക്കൽ നിൽക്കേണ്ടതല്ല. കഷ്ടദിവസത്തിൽ അവന് ശേഷിച്ചവരെ നീ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുമില്ല. അപ്പോൾ കഷ്ടദിവസം വരുമ്പോൾ ബാക്കിയുള്ളവരെ കൂടെ നശിപ്പിച്ചു കൊള്ളുവാൻ, ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ശത്രുപക്ഷത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കേണ്ടവനല്ല നീ എന്നാണ് ദൈവത്തിൻ്റെ ആ ഭാഷയിൽ ഇവിടെ പറയുന്നത്. 15-ാമത്തെ വാക്യം, സകല ജാതികൾക്കും യഹോവയുടെ നാള് അടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ തൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തോട് ദോഷം ചെയ്യുന്നതായ സകല ജാതികൾക്കും യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ന്യായവിധി ദൈവം നൽകുന്നതിനുള്ള ദിവസം അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്താണ് ഇസ്രായേലിനോട് ചെയ്തതായ കാര്യങ്ങളൊക്കെ ദൈവം ഇങ്ങനെ നോട്ട് ചെയ്തത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾക്ക് ആ കാര്യം മനസ്സിലാക്കാനായിട്ട് സാധ്യതയില്ല. ഒരു അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം തൻ്റെ മക്കളായിട്ട് സ്നേഹിച്ച് കരം പിടിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതായ ചരിത്രം. അപ്പോൾ തൻ്റെ മക്കളെ ഉപദ്രവിക്കുവാൻ വരുന്നവരെ എല്ലാം നശിപ്പിച്ച് കളയുന്ന ഒരു അപ്പൻ്റെ ഹൃദയമാണ്, അവരോട് പകരം വീട്ടുന്ന ഒരു അപ്പൻ്റെ ഹൃദയമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ വാചകം ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടെ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ഇന്നും ഇസ്രായേൽ മക്കളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. അവർക്ക് തൽക്കാലം ഒരു പിന്മാറ്റത്തിലേക്ക് പോയിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു എന്ന് മാത്രമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജാതികളെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇസ്രായേൽ മരമായ ആ ഒലിവ് വൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഒടിഞ്ഞു പോയിരിക്കുന്നു തൽക്കാലത്തേക്ക്. എന്നാൽ ഈ സമയത്താണ് കൃപായുഗത്തിൽ ജാതികളിൽ നിന്നും നമ്മളെയൊക്കെ ചേർത്ത് ആ ഇസ്രായേൽ മരമായ ആ ഒലിവ് മരത്തോടെ കൂട്ടിച്ചേർത്ത് ബഡ് ചെയ്ത്
നമ്മളെ ഒരു നല്ല മരമാക്കി തീർത്ത് ആ ദൈവത്തിൻ്റെ ആ പ്രവർത്തനം ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ളതായ ഒരു സമയമാണ് ഇത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ കൃപായുഗത്തിലും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സഭയോട് ചേർന്ന് ജീവിക്കുന്നതായ ഒരു കൂട്ടം ജനങ്ങളെയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഇന്നും ഈ പോളിസി തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളോടുള്ളതായ കാര്യത്തിലും ദൈവം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ദൈവസഭയിലുള്ളവർ പ്രതികാരത്തിന് പോകാതെ ഒരു കർണത്തെ അടിച്ചാൽ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുന്ന ക്ഷമയുടെ ജീവിതമാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്ന് പൊളിറ്റീഷ്യൻസും അങ്ങനെയുള്ളതായ മറ്റ് ജാതിക്കാരൊക്കെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുകയും അതിനുള്ളതായ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അടിച്ചാൽ തിരിച്ചടിക്കാത്ത ഒരു കൂട്ടരുമുണ്ടെങ്കിൽ യേശു പ്രസംഗിച്ചതായ വചനം പാലിക്കുന്നതായ ആ ഒരു കൂട്ടർ ദൈവസഭയിൽ ഉള്ളവർ അവരുടെ മേൽ ഈ യേശാവിൻ്റെ സന്തതികൾ അഡ്വാൻറ്റേജ് എടുക്കുന്നത് പോലെ ഇന്നും അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ മെസ്സേജ് കൊടുക്കുമ്പോൾ ഈ ന്യായവിധിയെ സംബന്ധിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നത്തെ സമയത്ത് നടക്കുന്നതായ ജനത്തോടുള്ളതായ ഒരു ദൂതാണ് ഇതാ നിങ്ങൾ ന്യായവിധിയിലേക്ക് കടന്നു പോകാനായിട്ട് പോകുന്നു എന്ന്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ജീവിക്കുന്നതായ നമ്മൾക്കും ഈ ഒരു മെസ്സേജ് ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എവിടെയാണ് ന്യായവിധി സംഭവിച്ചത്, എന്നാണ് ഏദോമിനെ ദൈവം ന്യായം വിധിച്ചത് എന്ന് ചോദിച്ചേക്കാം. ഈ പറയുന്നതായ സമയത്തല്ല, ഇതൊരു പ്രവചനമായതിനാൽ പിന്നീടുള്ള ഫ്യൂച്ചറിലുള്ള കാര്യമാണ്. ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ കാലങ്ങൾ പലത് കഴിയുകയുണ്ടായി. എന്നിട്ട് AD 70 നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. റോമൻ പട്ടാളങ്ങൾ അവിടേക്ക് കടന്നു വരുന്നു. യെരുശലേം ദേവാലയമൊക്കെ ചുട്ടരിക്കുന്നു. അതിനോട് ചേർന്ന് കിടക്കുന്നതായ സ്ഥലമായ ഈ ഏദോമിൽ താമസിച്ചു വരുന്ന പാറക്കൂട്ടങ്ങൾ താമസിച്ചിരുന്നായ ഈ ഏദോമിനെ പൂർണ്ണമായിട്ട് ഒക്കെ നശിപ്പിച്ച് അവരുടെ ഐഡൻറ്റിറ്റി തന്നെ മാറിപ്പോയി. അപ്പോൾ ഏദോം എന്നുള്ളതായ പേര് തന്നെ മാറിപ്പോയതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് ആ ദേശത്തെ അറിയുന്നത് ബൊസ്ര എന്ന് പറയുന്നതായ സ്ഥലം എന്നാണ് ആ ദേശത്തെ നമ്മൾക്ക് പിന്നീട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ യേശാവിൻ്റെ തലമുറയും യാക്കോബിൻ്റെ തലമുറയും എന്ന് പറയുന്നത് 2 കിങ്ഡത്തെ സൂചിപ്പിക്കുന്നതാണ്. യേശാവിൻ്റെ തലമുറയെന്ന് പറയുന്നത് ലോകപ്രകാരം ഓടുന്നവർ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്തവർ, അതിനെക്കുറിച്ച് കെയർ ചെയ്യാത്തവർ, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് വേണ്ടി മുൻപോട്ട് ഓരോ ദിവസവും ഓടുന്നവരാണ് ആ യേശാവിൻ്റെ കൂട്ടർ. അത് ലോക ഗവൺമെൻറ്റിൽ പെട്ടവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ലോകക്കാരാണ് എന്ന് നമ്മൾക്ക് പറയാം. വേൾഡിലി സ്വഭാവം ഉള്ളവരാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ലോക പൗരത്വമാണ് അവർക്കുള്ളത്. എന്നാൽ മറ്റേ സൈഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യാക്കോബിൻ്റെ കൂട്ടർ എന്ന് പറയുമ്പോൾ അത് സ്വർഗീയ പൗരത്വം ഉള്ളവരാണ്, സ്വർഗീയ രാജ്യത്വമാണ് അവർക്കുള്ളത്. വലിയവനായ ദൈവമാണ് അവരുടെ രാജാവായിട്ട് ഉള്ളത്. ഇസ്രായേൽ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ഒരു പഴി കൂടെ കടന്ന് ദൈവത്തിൻ്റെ ആ സമയത്തിൻ്റെ ഫുൾനെസ് ആയപ്പോൾ അവിടെ ഇതാ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മെയും ഈ ദൈവരാജ്യത്തിൽ ചേർത്ത് നമ്മളെ പണിതുകൊണ്ട് ദൈവം നടത്തുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ 2 രാജ്യത്വം ഉള്ളത്. ഒന്ന് ലോകപരമായ രാജ്യത്വം, രണ്ടാമത്തേത് സ്വർഗീയ രാജ്യത്വം, സ്വർഗീയ പൗരത്വം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതോമെന്ന് പറയുമ്പോൾ അഹങ്കാരത്താൽ നശിച്ചു പോയതായ ഒരു രാജ്യമായിട്ട് നമ്മൾക്ക് കാണുന്നു. ഇസ്രയേൽ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ അത് വീണ്ടും യഥാസ്ഥാനപ്പെടും എന്നാണ് അടുത്തുള്ള ഒടുവിലത്തെ വാക്യങ്ങളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോൾ ഒടുവിലത്തെ വാക്യങ്ങളിൽ പറയുന്നത് എന്താണ്? 17ാമത്തെ വാക്യം, ഇതൊക്കെ സംഭവിച്ചു എങ്കിൽ തന്നെയും ഇനി ഒരു നിത്യ സത്യമുണ്ട്, അത് വരുവാനുള്ള കാര്യമാണ്. അത് എന്നാൽ സിയോൻ പർവ്വതത്തിൽ ഒരു രക്ഷിത ഗണം ഉണ്ടാകും, അത് വിശുദ്ധമായിരിക്കും. യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ
കൈവശമാക്കും. ഒടുവിലായിട്ട് സംഭവിക്കുന്നത് യാക്കോബിൻ്റെ ഗ്രഹം എന്ന് പറയുമ്പോൾ 12 ഗോത്രങ്ങൾ ഇസ്രായേൽ ആ യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് രാജ്യത്തോട് സ്ഥാപിക്കും. അത് പുനരുദ്ധരിക്കുന്നതായ ഒരു ദിവസമുണ്ട്, അത് റിസ്റ്റോർ ചെയ്യുന്നതായ ഒരു ദിവസമുണ്ട് എന്നാണ് ഒടുവിലത്തെ എൻ്റെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 21-ാമത്തെ വാക്യം, യേശാവിൻ്റെ പർവ്വതത്തെ ന്യായം വിധിക്കേണ്ടതിന് രക്ഷകന്മാർ സിയോൻ പർവ്വതത്തിൽ കയറി ചെല്ലും, രാജ്യത്വം യഹോവയ്ക്ക് ആകും. ഒടുവിലായിട്ട് വരുമ്പോൾ ഈ ലോകത്തിലെ ഭരണകൂടങ്ങളൊക്കെ എല്ലാം മാറിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പ്രിയപ്പെട്ടവരെ. ഈ അഹങ്കാരം വരുന്നതായ എല്ലാ രാജ്യത്വങ്ങളും നശിച്ചു പോകും എന്നുള്ളത് രാജ്യത്വങ്ങളുടെ ഈ എംപറേഴ്സിൻ്റെ ചരിത്രം പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മിസ്രയീം രാജ്യം ഫറവോൻ ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്തായിരുന്നു. അവരുടെ രാജ്യത്വം മാറിപ്പോയതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നീട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു ബാബിലോൺ രാജ്യം വളരെ ഉന്നതമായ രാജ്യത്വമായിരുന്നു, അതും നശിച്ചു പോയി എന്ന് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. പിന്നീട് മേദ്യ, പേർഷ്യ എന്നീ രാജ്യങ്ങൾ വലിയ പവറോടുകൂടെ കടന്നു വന്നു, അവരും നശിച്ചു പോയി എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അതിനുശേഷമായിട്ട് അലക്സാണ്ടർ രാജ്യത്വം എഴുന്നേൽക്കുകയുണ്ടായി. അവൻ്റെ രാജ്യത്വവും 4ആയിട്ട് വിഭജിച്ച് തീർന്നു പോയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒടുവിലായിട്ട് നമ്മൾ കാണുന്നത് റോമൻ രാജ്യത്വത്തെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് രാജ്യത്വത്തെ നമ്മൾ കാണുന്നു. ഇതൊക്കെ ഉന്നതങ്ങളിലേക്ക് ഉയർന്നു വന്നുവെങ്കിൽ തന്നെയും നിഗളം മൂലം എല്ലാം ആ രാജ്യത്വങ്ങളെല്ലാം നശിച്ച് രാജാതിരാജാവായ കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി ഈ ഭൂമി ഒരുക്കപ്പെടേണ്ടതിന് ഇന്ന് ഈ ഭൂമി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മളും ഈ ദിവസങ്ങളിൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം, മാറ്റമില്ലാത്ത വചനം നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദിവസം, കർത്താവിൻ്റെ ദിവസം ഏത് ദിവസം വേണമെങ്കിലും വരാം. ആ കള്ളനെ പോലെ അവൻ കടന്നു വരുമ്പോൾ അവൻ്റെ സഭയെ എടുക്കപ്പെടുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതായ ആ ശബ്ദം നമ്മളുടെ കാതുകളിൽ എല്ലായ്പ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിഗളം എന്നുള്ളതായ സകല ഭാവങ്ങളെയും മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലും കർത്താവിൻ്റെ കരുണയിലും കർത്താവിൻ്റെ കൃപയിലും ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നുവെങ്കിൽ ദൈവിക സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് അവരുടെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാനും അവൻ്റെ കരങ്ങളാൽ അനുഗ്രഹിക്കപ്പെടുവാനും അന്ന് നമ്മളുടെ ശത്രുക്കളെയൊക്കെ ദൈവം ന്യായം വിധിക്കട്ടുന്നതായ ദിവസത്തിന് വേണ്ടി ഉള്ളതായ ആ ദിവസത്തിന് വേണ്ടി നമ്മൾക്ക് മാറ്റിവെച്ചിട്ട് നമ്മൾക്ക് ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനും വകയുണ്ട്. കർത്താവായ ദൈവം നമ്മളെ എല്ലാവരെയും ആ രീതിയിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ച് റിസ്റ്റോർ ചെയ്ത് ഓരോ ദിവസവും നടത്തുമാറാകട്ടെ. ആ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി ജീവിപ്പാൻ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ ഈ പാഠം ഇവിടെ അവസാനിപ്പിക്കുന്നു.